ഈ മാസത്തെ കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലാണല്ലോ. അതെങ്ങനെ കൂടാതിരിക്കും? ഫുൾ ടൈം ഫാൻ ഇട്ട് കറക്കിക്കൊണ്ടിരുന്ന പിന്നെ കറണ്ട് ബില്ല് കൂടാതിരിക്കുവോ? അത് മാത്രോ, ഇൻഡക്ഷൻ കുക്കറിലെ ചായ വെക്കും, പിന്നെ എങ്ങനെ കറണ്ട് ബില്ല് കുറഞ്ഞിരിക്കും? ഓ, 4312 രൂപ. ഇത് വല്ലത് ഇവിടെ ഉള്ളവർക്ക് അറിയണോ? അത് നേരെ നിങ്ങൾ പറഞ്ഞത്. ഏതു നേരം ഫാനിന്റെ ചോട്ടിലിരുന്നാലേ കറണ്ട് ബില്ല് കൂടും. പക്ഷെ അത് ഞാനല്ലെന്ന് മാത്രം. നിങ്ങളെ അതുകൊണ്ട് കുറച്ചൊക്കെ കാറ്റ് കൊണ്ടാ മതി. ആ പുറത്തോട്ട് ഇറങ്ങിയിരുന്ന നല്ല തണുത്ത കാറ്റ് കിട്ടും. അപ്പൊ കറണ്ട് ബില്ല് ലാഭിക്കാം. ഡേ, എന്തുവാടി നീ ഇപ്പൊ കാണിച്ചത്? നീ എന്തിനാ ഫാൻ ഓഫ് ചെയ്തേ? ഡേ സിന്ധു, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. നീ ആ ഫാനിന്റെ സ്വിച്ച് ഇട്ടിട്ട് പോയി എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തോണ്ട് വന്നേ. അയ്യോ, ചായ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാല് കറണ്ട് ബില്ല് കൂടത്തില്ലേ? അതുകൊണ്ടേ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ചായ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഇനി ചായ ഞാൻ തരത്തില്ല. നീ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കണ്ട, നീ ഗ്യാസിൽ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുപോവാ. അയ്യോ, ഗ്യാസ് തീരാറായി. അല്ലെങ്കിൽ തന്നെ ഗ്യാസിന് ഇവിടെ ഭയങ്കര ചെലവാ. ഇനി അതും കൂടെ തീർന്നിട്ട് വേണം അടുത്ത ഗ്യാസിന് വേണ്ടി പൈസ അടയ്ക്കാൻ നടക്കാൻ. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ ചെലവ് കൂട്ടാതെ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ചായ അങ്ങ് കട്ട് ചെയ്താലേ പകുതി പൈസ ലാഭിക്കാം. സിന്ധു, നിന്റെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ടേ. നിങ്ങളെ ആ കറണ്ട് ബില്ല് നോക്കിയിരിക്കുക കേട്ടാ. നീർക്കോലിയും തല പൊക്കി തുടങ്ങി.